വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ എൻ്റെ ഹെയർ സ്ട്രൈറ്റനിങ്ങിനായിട്ട് പാർലറിലേക്ക് പോകണം. അപ്പോൾ എന്നെ കൊണ്ടുവന്നാക്കാൻ എൻ്റെ ചേട്ടനും അഞ്ചും വരുന്നുണ്ട്. എൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നാളായി ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് എൻ്റെ ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണം എന്നുള്ളത്. കാരണം ഹെയർ സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടി ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. എനിക്ക് രാവിലെ തന്നെ ജോലിക്കൊക്കെ പോകാനുകൊണ്ട് എൻ്റെ കുറച്ച് കേളി ആയിട്ടുള്ള വേവി ആയിട്ടുള്ളൊരു ഹെയറാണ്. അപ്പോൾ അത് രാവിലെ നമുക്ക് അതിനൊന്ന് ഇടപഴകാൻ ഇത്തിരി ടൈം എടുക്കും. മുടി ചീകി ചെടിയൊക്കെ കളഞ്ഞ് വരുമ്പോഴേക്കും ഒരു സമയമാവും. പിന്നെ എനിക്ക് അത്രയ്ക്ക് ആ ഒരു കോൺഫിഡൻസ് ഒന്നും കിട്ടില്ല. എങ്ങനെ കെട്ടിയാലും ശരിയായില്ല, ക്ലിപ്പ് ഇട്ടാലും ഒന്നും ശരിയായില്ല, നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ടാലും നമ്മുടെ ഹെയർ സ്റ്റൈലും ഹെയറും ശരിക്കും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സന്തോഷം തോന്നില്ലേ. അപ്പോൾ ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു ചെയ്യണം. പക്ഷേ എനിക്ക് യു പിയിൽ ഞങ്ങളുടെ അടുത്ത് അവിടെ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ മനസ്സുകൊണ്ട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത് കേരളത്തിൽ വന്നിട്ട് ചെയ്യാനാണ്. നമ്മുടെ നാട്, നമ്മുടെ സ്ഥലം, നമ്മുടെ ഭാഷ. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി വേണ്ട രീതിയിൽ ചെയ്യിപ്പിക്കാം. അവിടെ നന്നായി ചെയ്തു തരും കേട്ടോ അവർ. പക്ഷെ എന്നാലും എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള നാട്ടിലൊന്ന് ചെയ്യാനായിരുന്നു. അപ്പോൾ ഇത്രയും ദിവസം ഞങ്ങൾ നല്ല തിക്കും തിരക്കിലൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി വീട്ടിലെ ജോലികളും പോക്ക് വരവ്, അങ്ങനെ റിലേറ്റീവ്സിനെ കാണാൻ പോലും പിന്നെ കറങ്ങാൻ പോലും അങ്ങനെയൊക്കെ ആയിട്ട് വളരെ ബിസിയായിരുന്നു. അപ്പോൾ അവസാന സമയം കിട്ടിയത് ഇപ്പോൾ ഇന്നാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകണം. ഇന്നലെ ഓൾറെഡി പാർലറിൽ ചേച്ചിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി അപ്പോയിൻമെൻ്റൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ പോകണം. 10 മണിക്ക് നമുക്ക് അപ്പോയിൻമെൻറ്റ് തന്നേക്കണം. അപ്പോൾ അതിനായിട്ട് പോകണം. ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് എന്താ അല്ലെങ്കിൽ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ അഞ്ജുനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പറ്റുന്ന പോലെ ക്ലിപ്പ് എന്താവോ ഒന്നും അറിയില്ല. എന്തായാലും പോയി നോക്കാം. ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളതും ഞാൻ നിങ്ങളോട് പയ്യെ വീഡിയോസിലൂടെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങളിതാ ഇറങ്ങണം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. സ്ട്രൈറ്റനിങ്ങിന് പോകുന്നതിന് മുൻപുള്ള എൻ്റെ മുടിയുടെ അവസ്ഥയായിട്ടത്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ മുടി ചീകാനായിട്ട് അഴിച്ച സമയത്ത് ഞാൻ ജസ്റ്റ് എടുത്തൊരു ക്ലിപ്പാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഭയങ്കര റഫായിട്ടുള്ളൊരു ഹെയറാണ് എൻ്റെ. അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് എൻ്റെ ഹെയറിൻ്റെ. അപ്പോൾ ഇന്ന് ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്മൂത്തനിങ് കൂടെ ചെയ്യിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പാർലറിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ വരും വഴി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് മാളയിലുള്ള ഒരു പാർലറിലേക്ക്. മിഡുവിന്, അതായത് എൻ്റെ നാത്തൂന് നല്ല പരിചയമുള്ള പാർലറാണത്. ആ പാർലറിന്റെ പേര് സാഞ്ചലീസ് ഗ്രീൻസ് എന്നാണ് കേട്ടോ. മാളയിലാണതുള്ളത്. അപ്പൊ നമ്മള് മാളയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ അങ്ങനെ ആ പാർലറിന്റെ അടുത്ത് തന്നെ എത്തിയിട്ടോ. അപ്പോൾ വണ്ടിയിൽ വെച്ച് തന്നെ അഞ്ചു പ്ലാനൊക്കെ മാറ്റി പയ്യെ കാല് മാറി. ഞങ്ങൾ തലേ ദിവസം വിളിച്ച് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞായിരുന്നു 4 മണിക്കൂറെങ്കിലും മിനിമം എടുക്കുന്നു. അപ്പോൾ വണ്ടിയിൽ വെച്ച് പിന്നെ അഞ്ചു പറഞ്ഞു അത്രയും ടൈം എടുക്കില്ലേ മമ്മി, അപ്പം എനിക്ക് ബോറടിച്ചാലോ. ഞാൻ വീട്ടിൽ പോയിട്ട് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ മമ്മിയുടെ ഹെയറൊക്കെ റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ വിളിച്ചാൽ മതി. അപ്പോൾ പപ്പയും ഞാനും കൂടെ വരാം. ഞാൻ വെറുതെ 4 മണിക്കൂർ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ബോറടിക്കുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ എന്നെ പാർലറിന്റെ അടുത്താക്കി. അവരുണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ എന്താ പാർലറിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അവരെന്നെ ചെയർമേക്ക് ഇരുത്തി എൻ്റെ ഹെയർ ക്ലിപ്പൊക്കെ മാറ്റിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ഹെയറിന്റെ ആ സമയത്ത് ഞാൻ വന്ന് കയറുമ്പോഴുള്ള ഹെയറിന്റെ ഒരു ടെക്സ്ചർ അവർ നോക്കി. അതിനുശേഷം ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അവരും ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. അപ്പോൾ ഒത്തിരി റഫായിട്ടുള്ളൊരു മുടിയാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം തന്നെ അവർ എൻ്റെ മുടി നല്ല പോലെ തന്നെ വാഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് 2-3 പ്രാവശ്യം അവർ വാഷ് ചെയ്ത് മുടിയിലുള്ള ഓയിൽ മുഴുവൻ നല്ല പോലെ തന്നെ കളയുന്നുണ്ട്. അതിനുശേഷം അവർ സ്മൂത്തനിങ്ങിനുള്ള ക്രീം അപ്ലൈ ചെയ്യണം എൻ്റെ ഹെയറിന്. അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ ഓരോരോ ക്ലിപ്പുകൾ ഞാൻ ചേട്ടനെടുത്തതെന്ന് വെച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും മുടിമ ഒരു ഷാമ്പു അപ്ലൈ ചെയ്യുന്നത്. നല്ലപോലെ തന്നെ സ്കാൽപ്പിലൊക്കെ നല്ലപോലെ തേച്ച് നല്ലപോലെ തിരുമ്മി ഒരു ഉള്ള ഓയിൽ മൊത്തം ഒരു കളയാണ് കേട്ടോ. ഞാനാണെങ്കിൽ നല്ലപോലെ തന്നെ ഓയിൽ തേച്ചിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ മുടി ഒത്തിരി ഹാർഡായതുകൊണ്ടും റഫ് ആയതുകൊണ്ടും മുടി ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും തന്നെ ഓയിൽ തേക്കാറുണ്ട്. ഓയിൽ പുരട്ടാതെ എനിക്ക് മുടിമ ചെടയൊന്നും കളയാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ അവർ നേരെ തിരിച്ചാണ് അവർ ആ ഷാമ്പു ഉപയോഗിച്ച് നല്ലപോലെ ഓയിലൊക്കെ കളഞ്ഞിട്ടാണ് അവർ സ്മൂത്തനിങ്ങിന്റെ ക്രീം അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ഇതാ എൻ്റെ മുടിയുമ അവർ സ്മൂത്തനിങ് ക്രീം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മുടീനെ അങ്ങനെ ചെറിയ ലെയറായിട്ട് ഇതാ ഒരു ചേച്ചി എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു ചേച്ചി നല്ലപോലെ തന്നെ സ്മൂത്തനിങ്ങിനുള്ള ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്കാൽപ്പിൽ അവരത് തൊടിയിക്കുന്നില്ല കേട്ടോ. സ്കാൽപ്പിന്റെ അടുത്തുനിന്ന് ഒരു ഇഞ്ച് താഴ്ത്തിയാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്മൂത്തനിങ് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം എന്നെ ഒരു 1/2 മണിക്കൂറോളം അങ്ങനെ തന്നെ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുത്തിയായിരുന്നു കേട്ടോ. മുടിയുമ്പോൾ
നല്ലപോലെ പിടിക്കണമെന്നും പറഞ്ഞ് ഒരു അരമണിക്കൂറോളം ഇരുത്തിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഹെയർ വാഷൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ സ്മൂത്തനിങ് ക്രീമൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കം വരുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. തലയ്ക്കൊക്കെ നല്ലൊരു സുഖമായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് തോന്നിയത്. പിന്നെ അവരൊക്കെ ആയാലും നല്ല എക്സ്പേർട്സാണ്, നല്ലപോലെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതാ സ്മൂത്തനിങ് ക്രീം അപ്ലൈ ചെയ്തതെല്ലാം നല്ലപോലെ വാഷ് ചെയ്ത് വീണ്ടും അതും മാറ്റണം കേട്ടോ. അപ്പോൾ അത് വാഷ് ചെയ്ത് നല്ലപോലെ മാറ്റിയതിന് ശേഷം പിന്നെ ഹെയറിന് നല്ലപോലെ ബ്ലോ ഡ്രൈ ചെയ്യുന്നുണ്ട് അവർ. ഹെയർ നല്ലപോലെ ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം ഇതാ സ്ട്രെയിറ്റനിങ് ആരംഭിച്ചേക്കാണ് കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റനിങ്ങിൻ്റെ ഈ ഒരു പ്രോസസ്സ് നല്ലപോലെ തന്നെ ടൈം എടുത്തായിരുന്നു. കുറച്ച് ലോങ് ടൈം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നണ ഇതൊരു ചുരുങ്ങിയത് 1.5 മണിക്കൂറെങ്കിലും എടുത്തു കാണും സ്ട്രെയിറ്റനിങ്ങിന്. കാരണം ചെറിയ ഓരോ ലെയറുകളായിട്ടാണ് എടുത്തവർ സ്ട്രെയിറ്റൻ ചെയ്യുന്നത്. അതും നമ്മുടെ സ്കാൽപ്പിൽ ടച്ച് ചെയ്യാണ്ട് അവിടെ നിന്ന് ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടോ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഹെഡിലേക്കൊന്നും അങ്ങനെ ഒരു ചൂടടിക്കുന്നില്ല. നമ്മുടെ കഴുത്തിൻ്റെ അടുത്ത പരിസരത്ത് അത്രയും വരെയൊക്കെ എത്തുന്നുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് അവർ നല്ലപോലെ തന്നെ വലിച്ചു പിടിച്ച് നല്ലപോലെ സ്ട്രെയിറ്റ് ആക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. എൻ്റെ മുടിക്കാണെങ്കിൽ ആവശ്യം നല്ല ഉള്ളുള്ള ഒരു മുടിയാണ്. അപ്പോൾ തിക്കായിട്ടുള്ളൊരു മുടി ആയതുകൊണ്ട് തന്നെ അവർക്ക് നല്ലപോലെ ടൈം എടുത്തു. എൻ്റെ ഹെയർ സ്ട്രെയിറ്റനിങ്ങും സ്മൂത്തനിങ്ങും കൂടെ ഇന്ന് 4 മണിക്കൂറല്ല, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കിന്ന് 5 മണിക്കൂർ എടുത്തായിരുന്നു കേട്ടോ. 5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്കിന്ന് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. നല്ലപോലെ തന്നെ ടൈം എടുത്തായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ അത്രയും ടൈം എടുത്തൊന്നും തോന്നിയില്ലായിരുന്നു കേട്ടോ. ടൈം വേഗത്തിൽ തന്നെ പാസ് ചെയ്തെന്ന് അറിയാം. കാരണം അവർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അതിനിടയ്ക്ക് എനിക്ക് ചായ, കാപ്പി, വെള്ളം കഴിക്കാനുള്ളത് അങ്ങനെ അങ്ങനെയൊക്കെ വിശക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അവർ തന്നായിരുന്നു. നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് അവർ എല്ലാ കാര്യങ്ങളും നമുക്ക് ഹെയറിൻ്റെയൊക്കെ ഭംഗിയായിട്ട് അവർ ചെയ്തു തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെ സ്ട്രെയിറ്റനിങ്ങിൻ്റെ പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ അടുത്തത് വീണ്ടും വേറൊരു ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. ന്യൂട്രലൈസ്ഡ് ആണത്. അപ്പോൾ അത് നമ്മുടെ ഹെയറിന് വേണ്ട പ്രോട്ടീൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഒരു ക്രീം അതും അപ്ലൈ ചെയ്തു. അതൊരു 10-15 മിനിറ്റൊക്കെ നമ്മൾ അത് തേച്ചതിന് ശേഷം ഇരിക്കേണ്ടി വന്ന്. അപ്പോൾ അതിന് ശേഷം വീണ്ടും അവർ ഹെയർ വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റിന് ശേഷം അവർ ഹെയർ വാഷ് ചെയ്ത് അതിന് ശേഷം ബ്ലോ ഡ്രൈ ചെയ്യുന്നുണ്ട് ഹെയർ. അതും കൂടെ കഴിഞ്ഞപ്പോഴേക്കും മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് മുടിയും ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു സോഫ്റ്റ്നെസ് ശരിക്കും ഫീൽ ചെയ്യും. നല്ല സ്മൂത്ത് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് നല്ല സിൽക്കി ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു നമുക്ക് ആ നേരത്ത്. അപ്പോഴേക്കും 5 എത്തിയിട്ടുണ്ട് കേട്ടോ എന്നെ കൊണ്ടുപോകാനായിട്ട്. 5 ചേട്ടനും കൂടെ എത്തിയിട്ടുണ്ട്. സ്മൂത്തനിങ്ങും സ്ട്രെയിറ്റനിങ്ങും ചെയ്തതിന് ശേഷം എന്താ എൻ്റെ മുടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് കാണാലോ. എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞത് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ഞാൻ പണ്ടേ ചെയ്യേണ്ടതായിരുന്നു, ഒത്തിരി നാൾ മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. എങ്കിൽ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അതിപ്പോൾ ഇന്നായാലും ഞാൻ ഇപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഇന്ന് വരെ എനിക്ക് തോന്നിയേക്കുന്നത് അതേ ഒരു ഫീലിംഗ് ആട്ടോ. അതിനകത്ത് മാറ്റമൊന്നും വന്നിട്ടില്ല. ഒരു കുഴപ്പമില്ല. ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും എൻ്റെ മുടിക്ക് ഒരു കുഴപ്പമില്ല. മുടി കൊഴിച്ചിലോ അല്ലെങ്കിൽ വേറെ ട്രബിൾസോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് വളരെ വളരെ അധികം ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഇതിന് കാരണക്കാരി അഞ്ജുവാണ്. എന്നോട് പറഞ്ഞ മമ്മിയുടെ മുടി ഒന്ന് പാർലറിൽ പോയി മമ്മി ഒന്ന് സ്മൂത്തൻ ചെയ്യുക അല്ലെങ്കിൽ സ്ട്രെയിറ്റൻ ചെയ്യുക, ഒത്തിരി കേളിയായിട്ട് കിടക്കണം, റഫായിട്ട് കിടക്കണം. അപ്പോൾ അതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മമ്മിയുടെ മുടി കാണാനാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തത്. പിന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും എല്ലാത്തിനും നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഉണ്ടാവും. പിന്നെ പലരുടെ അഭിപ്രായങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കും. ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. എനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. ഒത്തിരി നാളായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു മുടി സ്ട്രെയിറ്റൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിന് ചാൻസ് ഒത്ത് വന്നത് ഇപ്പോഴാന്ന് മാത്രം. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തുട്ടോ, ഫോട്ടോയും വീഡിയോയും ഒക്കെ. അപ്പോൾ ഇവരെല്ലാവരും പാർലറിലുള്ള ചേച്ചിമാരാണ്. അപ്പോൾ എല്ലാവരെയും കൂട്ടത്തിൽ നിർത്തി അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ പാർലറിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ സ്മൂത്തനിങ് ആൻഡ് സ്ട്രെയിറ്റനിങ് രണ്ടും കൂടെ ചെയ്ത് തന്നതിന് നമുക്ക് റേറ്റ് ആയിരിക്കുന്നത് 6000 rupees ആട്ടോ. ഇനി 3 ദിവസത്തേക്ക് എന്നോട് ഹെയർ കംപ്ലീറ്റ്ലി ഓപ്പൺ ആക്കി തന്നെ ഇടണം എന്ന് പറഞ്ഞേക്കണേ. കെട്ടിവെക്കാനോ ഹെയർ ബാൻഡ് ഇടാനൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
ക്ലിപ്പ് ഇടാനൊന്നും. ഈവൻ ചെവിയുടെ സൈഡിൽ നിന്ന് പോലും അത് ഒട്ടും തന്നെ അങ്ങനെ ബാഗിലേക്ക് ആക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് സെറ്റായി വരാനായിട്ടൊരു 3 ദിവസം പിടിക്കും. അപ്പോൾ 3 ദിവസത്തേക്ക് നമ്മൾ മുടി ഒട്ടും തന്നെ കെട്ടിവെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.